വന്നപ്പോൾ എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. എന്നിട്ട് നീ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയുവോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയും, ഇനിയും പറയും. അപ്പൊ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ഒഴുക്കി എന്ന് പറഞ്ഞു. അതായത് ഇത് തലയ്ക്ക് പിടിച്ച ഫാനിസം തലയ്ക്ക് പിടിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് ഒന്നാം തരം ദിലീപിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ദിലീപേട്ടന് ഇത് പക്കയായിട്ട് ദോഷം ചെയ്യും. ഒരു സിനിമ ഇറങ്ങിയിട്ട് ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത ലെവലിൽ നിൽക്കുന്ന സമയത്ത് അതിനെ എടുത്ത് ഇഷ്യൂ ഉണ്ടാക്കി അതിനെക്കുറിച്ച് സംസാരിച്ച് പിന്നെ വീണ്ടും വേറൊരാളിനെ വിളിച്ച് മോശമായിട്ട് തെറി പറയുക, അങ്ങനെ പറയുക എന്ന് പറയുമ്പോൾ അത് മോശമാണ്. ദിലീപിന് പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിനെ വിളിച്ചിട്ട് തെറി പറയേണ്ട ഫാൻസ് ഇത് ദിലീപ് തന്നെ നിർത്തിച്ചില്ലെങ്കിൽ അത് പിന്നീട് നന്നായിട്ട് ദോഷം ചെയ്യും. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വന്നിട്ട് ലൈവ് വന്നിട്ട് എന്നെ സ്നേഹിക്കുന്നവരാരും അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയോ ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടുകയോ ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ ഇതെന്തായാലും ബാധിക്കും, ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം ഇനിയിപ്പോൾ ഭാഗ്യലക്ഷ്മി വഴിയിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി അറിയാതെ തട്ടിയാൽ പോലും ദിലീപിൻ്റെ തലയ്ക്കേ ദിലീപേട്ടൻ്റെ തലയ്ക്കേ വരുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ദിലീപേട്ടനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതല്ല വീണ്ടും ഈ കേസിൻ്റെ പിന്നാലെ ഇതുപോലെ എന്തെങ്കിലും ആയ കേസിൻ്റെ പുറകിൽ പോകണമെങ്കിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ആയാൽ അത് ദിലീപാണ് കാരണക്കാരെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി വേറെ ആരെങ്കിലും എവിടെ വെച്ച് തെറി പറഞ്ഞാലും അത് ദിലീപേട്ടൻ്റെ തലയ്ക്ക് വരും. അല്ലെങ്കിൽ ഓപ്പണായിട്ട് വന്ന് പറയണം, എന്നെ ഇതാക്കരുത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. പിന്നെ ചില ആളുകൾ വിചാരിക്കും എന്തിന് പറയണമെന്ന്. പറയുക തന്നെ വേണം. ഇതിൽ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാക്കി എന്ന് കോടതി പറയുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ചോറാ തിന്നുന്നത്, നമ്മൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. ഒന്നും ഇതിൽ പെട്ടിട്ടേ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറുതായിട്ടെങ്കിലും ഉണ്ട്. കൊട്ടേഷൻ കൊടുത്തിട്ടില്ലെങ്കിലും നടിക്ക് എന്തിനാണ് ഈ വ്യക്തിയെ വൈരാഗ്യം, ദിലീപേട്ടനെ വൈരാഗ്യം എന്ന് ഈ കാവ്യമാധവൻ്റെ ഇഷ്യൂ മാത്രമല്ല, അത് നമ്മളോട് പറയുന്നതാണ്. നമ്മളെ പൊട്ടന്മാരാക്കാണ്. ഇവരുടെ ശക്തമായ നല്ല ഉറപ്പാണ് ഇവരുടെ ബിനാമി ഇടപാട് അവിടെ നടക്കുന്നിട്ടുണ്ട്. ആ ബിനാമി ഇടപാട് കൊണ്ട് ദിലീപിന് നടിയെ വൈരാഗ്യമുണ്ടാവും. കാരണം നടി പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ തരില്ല, ഞാനും മഞ്ജു ചേച്ചിക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ചിന്തിച്ചാൽ മതി. ഇവരിത്രയും കോടിക്കണക്കിന് പൈസയുള്ളവർ ബിനാമി ഇടപാടില്ല. അവരുടെ 6, 7, 8 സിനിമ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുകളാണ് ഇവർ. അപ്പോൾ ഇവർ തമ്മിൽ ആ സമയത്ത് ഭയങ്കര ടേംസിലായിരുന്നു. അതുകൊണ്ടാണ് അത്രയും സിനിമ ഒരുമിച്ച് ചെയ്തേ. 2020 പോലും ഈ നടിയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും വൈരാഗ്യം വരാൻ? ഒരിക്കലും കാവ്യമാധവൻ്റെ ഇഷ്യൂ അല്ല. കാവ്യമാധവൻ്റെ ഇഷ്യൂവിൽ ഇവർ വൈരാഗ്യം ഉണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും, ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. അതെല്ലാം വാസ്തവം. കാരണം ഇത്രയും കൊല്ലം, ഇത്രയും കാലം ബന്ധം ദിലീപ് കാവ്യമാധവനായിട്ടുണ്ട് എന്നാണല്ലോ, അവിഹിത ബന്ധം ഉണ്ടെന്നാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെറ്റിലെല്ലാം അത് പാട്ടാണെന്ന്. അപ്പോഴൊന്നും പറയാതെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു വന്നപ്പോൾ ഒരു ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവും, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും, എല്ലാം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു പൈസയുടെ ബിനാമി ഇടപാടിനെ കുറിച്ച് പറഞ്ഞാൽ സകല എണ്ണവും പെടും. അത് മഞ്ജു ആയിക്കോട്ടെ, നടിയായിക്കോട്ടെ, ദിലീപ് ആയിക്കോട്ടെ, സകല എണ്ണവും, ലാലായിക്കോട്ടെ, എല്ലാവരും പെടും. അതുകൊണ്ട് ആ കാര്യത്തിനെ മറച്ച് വെച്ചിട്ട് ഇവർ വൈരാഗ്യമുണ്ട്, ഈ ഒരു കാരണം കൊണ്ടാണ് വൈരാഗ്യം എന്ന് പറയണം. അതുകൊണ്ടാണ് മഞ്ജു വാര്യർ പോലീസ് സ്റ്റേഷനിൽ പോലീസിൻ്റെ അടുത്ത് മൊഴി കൊടുക്കുമ്പോൾ പോലും ഈ ഇഷ്യൂ എങ്ങനെയാണ് കാവ്യമാധവൻ്റെയും ദിലീപിൻ്റെയും വിഷയം മഞ്ജു അറിഞ്ഞത് എന്നുള്ള കാര്യം പോലീസുകാരുടെ അടുത്ത് മൊഴിയായിട്ട് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? കൊടുക്കുകയാണെങ്കിൽ അത് നിലനിൽക്കില്ല. കാരണം കാവ്യമാധവൻ്റെ അമ്മയ്ക്ക് പോലും അറിയാം. കാവ്യമാധവൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് മഞ്ജു വാര്യരോട് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, എന്തായാലും ഭാഗ്യലക്ഷ്മിനെ ആരോ വിളിച്ചിട്ട് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 19 സെക്കൻഡ് ആരോ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വിളിച്ചത് ആരോ ആയിക്കോട്ടെ, അത് ദിലീപ് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അതൊരിക്കലും പറഞ്ഞിട്ടായിരിക്കില്ല.
ആർക്കോ ഇന്നലെ സിനിമ ഇറങ്ങിയപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ലാത്ത സിനിമ ആ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവും. പിന്നെ ഭയങ്കര ദിലീപ് ഫാനും ആയിരിക്കും. അപ്പോൾ എടുത്ത് പൊട്ടിച്ചതാണ്. അപ്പോൾ ഒരിക്കലും ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്, എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ പച്ചവെള്ളം ചവച്ചിറക്കി കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ദിലീപിനെ സ്നേഹിക്കുന്ന എനിക്കാണെങ്കിലും ആർക്കാണെങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല നടിയെ ആക്രമിക്കാൻ ദിലീപേട്ടൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന്. ഇനി ആക്രമിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും പീഡിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ ബിനാമി ഇടപാടിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും, ഒപ്പിട്ട് സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ നാറി ഈ പരിപാടി ചെയ്തിട്ടുണ്ടാവും. പൾസർ സുനി ഈ ചെറ്റത്തരം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയും ചിന്തിക്കാം. അതാണ് ഏറ്റവും ചാൻസ് കൂടുതൽ. ഇനി അല്ലാത്തൊരു ചാൻസ് പിന്നെ അവൻ നോർമലായിട്ട് ചെയ്തിട്ടുണ്ടാവും. അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദിലീപേട്ടൻ്റെ പേര് വലിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ ഒരിക്കലും നടി പറയില്ല എൻ്റെ ഇത്ര പൈസയുള്ള ബിനാമി ഇടപാടാണെന്ന് പറയില്ല, നടി തൂങ്ങുന്നറിയാം. മഞ്ജു വാര്യർ പറയില്ല അത്രയും പൈസ ഉണ്ടെന്ന്. മഞ്ജു വാര്യർ അത്രയും കാലം ദിലീപിൻ്റെ കൂടെ ഇരുന്നതാണ്, അപ്പോൾ ഉള്ള ഇടപാടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതിലൊരു ബിനാമി ഇടപാട് മസ്റ്റ് ഉറപ്പാണ്. അത് കൊണ്ട് ഞാൻ ഒന്നും അറിയാത്തവനാണ് എന്ന് പറഞ്ഞ് ദിലീപേട്ടൻ മാറി മാറി നിന്നാൽ വീണ്ടും ലോക്കാവും. കഷ്ടകാലത്തിന് ആരെങ്കിലും പോകുമ്പോൾ ഭാഗ്യലക്ഷ്മിൻ്റെ മേലെ ചീമുട്ട എറിയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് ആസിഡ് എറിഞ്ഞോന്ന് വിചാരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും റോഡിലൂടെ പോകുമ്പോൾ തെറി പറഞ്ഞാൽ ദിലീപേട്ടൻ പറഞ്ഞയച്ചാന്ന് വിചാരിക്കും. ഇനിയും ദിലീപേട്ടൻ ദിലീപ് ഇതിനെക്കുറിച്ച് ഒന്നും പറയാതെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ലോക്കാവുന്ന ഉറപ്പാണ്. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ ഫാൻസുകാരോട്. എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ദയവ് ചെയ്ത് അവരെ ഉപദ്രവിക്കരുത്. അവരെയോ അതിജീവിതയോ സപ്പോർട്ട് ചെയ്യുന്നവരെയോ ഉപദ്രവിക്കരുതെന്നൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇനിയും മൂഞ്ചിത്തെറ്റി കേസിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. അത്രയും നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.